പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ ശ്രവിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ. യോഹന്നാൻ സ്നാപകന്റെ തല ചിരച്ഛേദം ചെയ്യപ്പെട്ടതായ വാർത്ത യേശുക്രിസ്തുവിൻ്റെ കർണപുടങ്ങളിൽ മുഴങ്ങിക്കേട്ടപ്പോൾ യേശുക്രിസ്തു അതീവ വേദനയോടെ പടക് കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് കടന്നുപോയി. ഇതേക്കുറിച്ച് അറിവ് ലഭിച്ചതായ പുരുഷാരം കാൽനടയായി യേശുക്രിസ്തുവിനെ അനുഗമിച്ചു ചെന്നു. യേശുക്രിസ്തു ആകട്ടെ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞിട്ട് അവരിലെ രോഗികളെ സൗഖ്യമാക്കി. നാം യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ ചില പ്രത്യേകതകൾ ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാമതായി മനസ്സിലാക്കുവാൻ കഴിയുന്നത് മനസ്സലിയുള്ളവൻ. നാം സുവിശേഷ പുസ്തകങ്ങളാകുന്ന മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിത്യാദി പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നിരവധി ഇടങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവിനെക്കുറിച്ച് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഒരവസരത്തിൽ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തി യേശുക്രിസ്തുവിനോട് ഇപ്രകാരം അപേക്ഷിക്കുകയുണ്ടായി: കർത്താവേ, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ ശുദ്ധമാക്ക. അതിന് യേശുക്രിസ്തുവിൻ്റെ പ്രതികരണം എന്തായിരുന്നുവെന്നറിയണ്ടേ? കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ്റെ കുഷ്ഠം മാറി, അവൻ ശുദ്ധനായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവിൻ്റെ ഭാവത്തെയാണ് നമുക്കിവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. യേശുക്രിസ്തു എന്തിനൊക്കെ വേണ്ടി മനസ്സലിയുന്നു എന്നറിയണ്ടേ? ഒന്നാമതായി നമ്മുടെ രോഗസൗഖ്യത്തിനു വേണ്ടി മനസ്സലിയുന്നു. രണ്ടാമതായി നമ്മുടെ ശുദ്ധീകരണത്തിനു വേണ്ടി മനസ്സലിയുന്നു. മൂന്നാമതായി കുഴഞ്ഞതും ചിന്നിയതുമായ അനുഭവങ്ങളെ കണ്ട്, ഒറ്റവാക്കിൽ പറഞ്ഞാൽ യോജിച്ചു പോകുവാൻ കഴിയാത്ത അനുഭവങ്ങളെ കണ്ട് മനസ്സലിയുന്നു. നാലാമതായി നമ്മുടെ മടങ്ങി വരവിനായി മനസ്സലിവ് കാണിക്കുന്നു. അഞ്ചാമതായി നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാനായി മനസ്സലിവ് കാണിക്കുന്നു. ഇങ്ങനെ തുടങ്ങി മനസ്സലിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല. നാം സുവിശേഷ പുസ്തകങ്ങളാകുന്ന മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിത്യാദി പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തു 35-ൽ പരം അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. 35-ൽ പരം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെയും 35 അത്ഭുതങ്ങൾ മാത്രമേ സുവിശേഷ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ അത്ഭുതങ്ങൾ ചെയ്യുവാൻ യേശുക്രിസ്തുവിനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവായിരുന്നു. മറിച്ച് സെൽഫ് പ്രൊമോഷന് വേണ്ടി യേശുക്രിസ്തു ഒന്നും തന്നെ ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും എന്ന് കാണിക്കുന്നതിന് വേണ്ടി, എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയും എന്ന് കാണിക്കുന്നതിന് വേണ്ടി, എനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയും എന്ന് കാണിക്കുന്നതിന് വേണ്ടി, എനിക്ക് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും എന്ന് കാണിക്കുന്നതിന് വേണ്ടി, തൻ്റെ സെൽഫ് പ്രൊമോഷന് വേണ്ടി, തൻ്റെ നേട്ടത്തിന് വേണ്ടി, തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി യേശുക്രിസ്തു ഒന്നും ചെയ്തില്ല. ചെയ്തത് തൻ്റെ മനസ്സലിവിനെ തുടർന്നായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. യേശുക്രിസ്തു പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവരിലെ രോഗികളെ സൗഖ്യമാക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മോടും നാം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളോടും മനസ്സലിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.